മോൻജി അറിഞ്ഞു ഏതായാലും തോൽവിയാ, അത് സമ്മതിക്കും. എന്നെയും മേനോനെ ഇന്ന് വിസ്തരിക്കുന്നു. ഓ എങ്ങനെ ഉണ്ടായിരുന്നു? തോൽവി തന്നെ, അത് തോറ്റത് ഓ അല്ല, നിങ്ങൾ എനിക്കൊരു കായം മേടിച്ചു തന്നാൽ അതിനൊരു മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കണ്ടേ? നാവീന്ന് അറിയാണ്ട് വീണുപോയതാ മോൻജി. അല്ലാണ്ട് തലയ്ക്ക് വിവരമുള്ളവരാരും പറയാ. ഓ അതങ്ങനെ കിടക്കും. പിന്നല്ലാതെ നന്ദി കേടല്ല നല്ല അനുകൂലമാണോ? ഇടിലം പന്നത്തരം പറയാതെ. ആ ആയിക്കോട്ടെ. പോയി എന്നുള്ളത് നേരെയാണ് എന്റെ മോൻജി. എന്റെ പഞ്ചായത്ത്, എന്റെ മണ്ഡലത്തിലെ 10 പഞ്ചായത്തും പോയോ? ഒരു ഓപ്പറേഷൻ പാളി പോയാല് അത് മതി പുറത്തുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വില പോവാൻ. പക്ഷേ അവരോട് ഉത്തരം പറയേണ്ടത് താനല്ല, ഞങ്ങളാ. എന്നിട്ട് നേരെ എതിര് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കാര്യം പറയുന്നതിനിടയ്ക്ക് ഒരുമാതിരി ചീപ്പ് ഇടപാട് കാണിച്ചോണ്ടല്ലോ. നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. തനിക്കൊരു വിചാരമുണ്ട്, മലബാർ ബെൽറ്റിൽ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നടത്താൻ താൻ ഒരുത്തനേ ഉള്ളൂ എന്ന്. ശബരിമല വിഷയമൊന്നും അല്ലെന്നേ. തന്റെ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന് ഞാനും കരുതിയതാ. രാഹുൽ മാങ്കൂട്ട വിശേഷം, ഓ അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല. ഓ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് നീ രക്ഷയെന്നാണ്. അതെ അതെ. അല്ല പിന്നെ തോറ്റൊന്നും പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇതെല്ലാം കൂടെ ഏതാണ്ട് ഒരു ദുരിതത്തിനാണേ. അന്നേരം കാണാം, നോക്കാം. മലബാർ ബെൽറ്റ് ഞാൻ ഒരു തവണ കൂടെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ലാസ്റ്റ് ചാൻസ്. ഒടുക്കത്തെ ചാൻസ് എന്ന് എന്നാ സെമി ഫൈനൽ എന്നൊക്കെ പറയാൻ UDF പറയാം. അതിന്റെ പേര് നിങ്ങൾ നമ്മളൊന്ന് വില വെക്കുന്നു. അത് വിലയിരുത്തപ്പെട്ടു അങ്ങനൊന്നും ഇല്ലെന്നേ, ചുമ്മാ. നിങ്ങളിപ്പോ അങ്ങനെ വലിയ മുയിപ്പ് പറഞ്ഞ് നമ്മളെ കൊച്ചാക്കാനാണെങ്കിൽ നമ്മളില്ല.